അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വിഷയവുമായിട്ടാണ്. ഇദ്ദ എന്നാൽ എന്താണ്? ഇദ്ദയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, സ്ത്രീകൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ദാമ്പത്യ ജീവിതം എന്തെങ്കിലും കാരണത്താൽ അവസാനിപ്പിക്കേണ്ടി വന്നാൽ ഭാര്യ നിശ്ചിത കാലയളവിൽ ഇദ്ദ ഇരിക്കേണ്ടതുണ്ട്. ഇദ്ദ നിർബന്ധമാകാനുള്ള കാരണങ്ങൾ: 1. ഭർത്താവിൻ്റെ വിയോഗം. 2. ഭർത്താവ് ഭാര്യയെ മൊയ് ചൊല്ലുക. 3. വിവാഹം ഫസ്ഖ് ചെയ്യുക. ഭർത്താവിൻ്റെ മരണസമയം ഭാര്യ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നതോടുകൂടി അവളുടെ ഇദ്ദ പൂർത്തിയാക്കും. ഇനി ഗർഭിണിയല്ലെങ്കിൽ 4 മാസവും 10 ദിവസവും അവൾ ഇദ്ദ ഇരിക്കണം. ഫസ്ഖ്, ത്വലാഖ് എന്നിവ കൊണ്ട് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടാലുള്ളതുപോലെ പ്രസവത്തോടെ ഇദ്ദ തീരും. ഇല്ല, ഇനി ഗർഭിണിയല്ലെങ്കിൽ അവൾ ആർത്തവം പതിവുള്ളവളുമാണെങ്കിൽ മൊയ് ചൊല്ലിയത് മുതൽ 3 ശുദ്ധിയാണ് ഇദ്ദയുടെ കാലയളവ്. ഇനി സ്ത്രീ ശുദ്ധിയിലായിരിക്കെയാണ് മൊയ് ചൊല്ലിയതെങ്കിൽ ആ ശുദ്ധിയെ ഒന്നായി പരിഗണിക്കുന്നതും 3ാമത്തെ ആർത്തവം ആരംഭിക്കുന്നതോടെ ഇദ്ദ അവസാനിക്കുന്നതുമാണ്. ആർത്തവ കാലത്ത് മൊയ് ചൊല്ലിയാൽ 4ാമത്തെ ആർത്തവത്തിൽ പ്രവേശിക്കുന്നതോടെ ഇദ്ദ അവസാനിക്കുന്നതാണ്. ഇനി വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ആർത്തവമുണ്ടാകാതെ ബാലികയോ അല്ലെങ്കിൽ ആർത്തവം നിലച്ച വൃദ്ധയോ ആണെങ്കിൽ 3 മാസമാണ് അവൾ ഇദ്ദ ഇരിക്കേണ്ടത്. വിവാഹമോചനത്തിന് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തീരെ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇദ്ദയുടെ ആവശ്യം ഇല്ല.